ഇപ്പോൾ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. ആ പാർട്ടിയാണ് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന, അതിനായി ഭാരത് ജോഡോ യാത്രയുമായിട്ട് മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതൃത്വത്തെയും കണക്കാക്കുന്നത് അത് അടിസ്ഥാനരഹിതമാണ്. അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധവും വിയോജിപ്പും രേഖപ്പെടുത്തുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു, പലപ്പോഴും മാധ്യമങ്ങളുടെ പറഞ്ഞു, നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കണ്ടെത്തി അത് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് കേസിന്റെ തെളിവിനെ ബാധിക്കും, സാരമായിട്ട് ബാധിക്കും. ഇപ്പൊ ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അന്വേഷണത്തിലെ ആ പോരായ്മ വളരെ വ്യക്തമാണ്. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് തിട്ടപ്പെടുത്തി അത് പ്രതികൾ ആർക്കെല്ലാം വിറ്റു, എവിടെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി കോടതിയിൽ തെളിവായിട്ട് ഹാജരാക്കാൻ കൂടി. ശബരിമലയിലെ സ്വർണം വീണ്ടെടുക്കേണ്ടത് വിശ്വാസത്തിന്റെ ആവശ്യം, അതോടൊപ്പം തന്നെ തെളിവ് സംബന്ധമായിട്ടും അതിന്റെ ആവശ്യകത കോടതി കൂടി പറഞ്ഞിരിക്കുന്നു. അതിലേക്ക് അന്വേഷണ സംഘം പോകുന്നില്ല. ഇപ്പോഴും മാർക്സിസ്റ്റ് നേതാക്കന്മാരായ പ്രതികളെ പാർട്ടി സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് 27-ാം തീയതി കേരളത്തിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിലും മറ്റു സ്ഥലങ്ങളിൽ കളക്ടറേറ്റുകളുടെ മുൻപിലും വിശ്വാസ സംരക്ഷണം, ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട, മോഷ്ടിക്കപ്പെട്ട ആ കേസിന്റെ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയില്ലായ്മ ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരായി നിരവധിയായ സമരങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ലോക് ഭവന് മുമ്പിലുള്ള 2 ദിവസത്തെ രാപ്പകൽ സമരം ഉൾപ്പെടെ കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു. 30-ാം തീയതി രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ദേശീയ തൊഴിലുറപ്പ് സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നതാണ്. തൊഴിലുറപ്പ് സംരക്ഷണ സംഗമങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിക്കുന്നതാണ്. രാഷ്ട്രപിതാവിന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സംരക്ഷണത്തിന് വേണ്ടി ആ ദിവസം കോൺഗ്രസ് പാർട്ടി പ്രത്യേകമായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അഴിമതിയും പണാപഹരണവുമെല്ലാം ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ തന്നെ, പയ്യന്നൂരിലെ മുൻ ഏരിയ സെക്രട്ടറി തന്നെ, ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ഇന്നലെ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഗുരുതരമായ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും സഹകരണ മേഖലയിലാണെങ്കിലും രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അപഹരിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ, മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപത്തെ കേവലം നിഷേധിച്ചതുകൊണ്ടോ പാർട്ടി ചർച്ച ചെയ്താണ് എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. അതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെടുകയാണ്. ഇന്നലെ ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചു. 27-ാം തീയതി തന്നെ കേരളത്തിലെ കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി 27-ന് തിരുവനന്തപുരത്ത് ചേരുന്നു. അതേ തുടർന്ന് ജില്ലാതലത്തിലുള്ള നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരുടെയും DC പ്രസിഡന്റുമാരുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും ജില്ല തിരിച്ചുള്ള യോഗങ്ങൾ 3 ദിവസം കൊണ്ട് KPCCയിൽ ചേരുകയാണ്. സീറ്റ് ചർച്ച ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് UDFും കോൺഗ്രസും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോ ജാമ്യം കിട്ടി പുറത്തേക്ക് വരികയാണ്. ഈ SIT കുറ്റപത്രം സമർപ്പിക്കുന്നതിലൊക്കെ കാലതാമസം വരുന്നത് ബോധപൂർവമാണെന്ന് തോന്നുന്നു. അത് നിയമം അറിയാത്തവരല്ല, പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കുറ്റപത്ര സമർപ്പണത്തിന്റെ കാലതാമസം. പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിനുള്ള കളമൊരുക്കലാണ്. പ്രധാനമന്ത്രി വന്ന് കോൺഗ്രസിന്റെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലും കാര്യങ്ങളൊക്കെ അത് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഒക്കെ ചങ്ങാതിമാരാണ്. അവരുടെ എല്ലാം ഇരുകൂട്ടരുടെയും മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. ഈ സ്വർണ്ണപ്പള്ളിയിൽ അടൂർ പ്രകാശും ഈ കൊച്ചിയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ കൂടുതൽ
കൂടുതൽ ചർച്ച നമുക്ക് കൃത്യമായിട്ട് നല്ല ചോദ്യമാണ്. എന്താണ് ഒരു കേസിലെ ഗുരുതരമായ ഒരു കേസിലെ പ്രതിയായ വ്യക്തിയുമായിട്ട് ഒരു വ്യക്തി സംസാരിക്കുന്നു, ഒരു രാഷ്ട്രീയ നേതാവോ ജനപ്രതിനിധിയോ സംസാരിക്കുന്നോ, അദ്ദേഹം ഒന്നിച്ച് ഫോട്ടോ എടുക്കുന്നോ, അതെങ്ങനെ കേസുമായി ബന്ധപ്പെടുത്തും? ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പ്രതികളെ സഹായിക്കാൻ അടൂർ പ്രകാശിന് കഴിയുന്ന ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്നില്ല അക്കാലത്ത്. വളരെ വ്യക്തമല്ലേ? അദ്ദേഹത്തിന്റെ വിശദീകരണം തന്നെ വന്നിട്ടുണ്ട്. തന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ശബരിമല പോലുള്ള ഒരു വലിയ ആരാധനാ കേന്ദ്രത്തിൽ ഉന്നതമായ ഒരു ചുമതല വഹിക്കുന്ന ഒരാളുമായി പരിചയപ്പെടാനോ സൗഹൃദം ഉണ്ടാകാനോ അദ്ദേഹത്തെ ഒരു ഫോട്ടോയിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടാനോ ഇടയായാൽ ഒന്നൊരു വലിയ തെറ്റല്ല. ഇവിടെ വിഷയം എന്താണ്? വിഷയത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി എത്ര ശ്രമിച്ചാലും അവർക്ക് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് കേസുമായിട്ട് എന്താ ബന്ധം? ആരാ കേസ് അന്വേഷിക്കുന്നത്? കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് കേസ് അന്വേഷിക്കുന്നത്. അവരെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? കടകംപള്ളിയെ ചോദ്യം ചെയ്തല്ലോ. ഒന്നുമില്ല. അത് വ്യക്തമാണ്. ഈ മഹാപഞ്ചായത്തിൽ പങ്കെടുത്തപ്പോൾ ശശി തരൂരിന്റെ പേര് അടക്കം അത് പറഞ്ഞില്ല. അതിൽ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഡൽഹിയിൽ അദ്ദേഹത്തിന് വിളിച്ച യോഗത്തിൽ പങ്കെടുത്തു. ഇന്നലെ ഡൽഹി മീറ്റിംഗിൽ വരാത്ത അദ്ദേഹം കോഴിക്കോട് നേരത്തെ ഏറ്റിരുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളെ ജനങ്ങളുടെ പിന്തുണ ഇപ്പോൾ തന്നെ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ മുന്നോട്ട് വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇല്ല, ഞങ്ങളുടെ രാഹുൽ ഗാന്ധി സംസാരിച്ചതൊന്നും ഞങ്ങൾ ഇവിടെ പരസ്യമായിട്ട് പറയേണ്ടതില്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അൻവറിന്റെ കാര്യത്തിൽ കണ്ണൂരിൽ നിന്നാണ് പറഞ്ഞത്. വാതിലാകുമ്പം ദാറ്റ് ക്യാൻ ബി ക്ലോസ്ഡ് ആസ് വെൽ ഇറ്റ് ക്യാൻ ബി ഓപ്പൺ. വാതിലെ ആകുമ്പം അടയ്ക്കുകയും ചെയ്യാൻ തുറക്കുകയും ചെയ്യാം. മുട്ടയും തുറക്കപ്പെടും. ആളെ നോക്കിയിട്ടാണല്ലോ ഇപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അല്ല, വലിയ വീടുകളിലെ സ്ഥാപനങ്ങളിലൊക്കെ ആരാ വരുന്നത് നോക്കിയിട്ട് ഗേറ്റ് തുറക്കുന്ന സംവിധാനം ഉണ്ടല്ലോ. നോക്കാൻ നമുക്ക് രാഷ്ട്രീയല്ലേ. പിന്നെ നിങ്ങളെന്താ ചോദിക്കുന്ന കാര്യം? ഇല്ല, നിങ്ങളാരും ആരും പറഞ്ഞു? ഞങ്ങളാരും പറഞ്ഞു? ഞാനാണല്ലോ UDF ശാക്തീകരിക്കാൻ. കണ്ണൂർ ജില്ല ഇന്നലെ കെ സുധാകരൻ രാഹുൽജിയുടെ ഖാർഗെജിയുടെയും മുമ്പിൽ പറഞ്ഞതാണ്. കണ്ണൂരിൽ എത്രയോ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, NCP നേതാക്കന്മാരൊക്കെ. ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ PJ ജോസഫ് പറയുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളൊക്കെ തന്നെ കേരള കോൺഗ്രസിൽ തവണ മത്സരിക്കും, അങ്ങനെ സീറ്റിൽ വെച്ചു മാറുന്ന ചർച്ചകളൊന്നും പാടില്ലായിരുന്നു. ഞാൻ എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അതൊക്കെ സൗഹൃദ സംഭാഷണത്തിലൂടെ UDF സീറ്റ് വിഭജനം പൂർത്തിയാക്കും. തീരുമാനമായിട്ടില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട ആരൊക്കെ മത്സരിക്കണം. അവരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം വന്നല്ലോ. അഭിപ്രായ വ്യത്യാസം വ്യക്തമല്ലേ. ജനപ്രതിനിധികൾ ഉൾപ്പെടെ നേതാക്കന്മാരുൾപ്പെടെ കോൺഗ്രസിലേക്ക് വരുന്നുണ്ട്. ഒന്നിലും പിടിവാശിയില്ലല്ലോ. കോൺഗ്രസ് എപ്പോഴും വിശാല മനോഭാവത്തിന്റെ പാർട്ടിയല്ല. നിങ്ങളോടും പിടിവാശിയില്ല. ഉത്തരം പറയുന്നില്ല. അതെ, അതിന്റെ രക്തസാക്ഷി കുടുംബസായ ഫണ്ടല്ലേ. അതിലെ ക്രമക്കേട് അദ്ദേഹത്തെ പോലെ കുഞ്ഞകൃഷ്ണനെ പോലത്തെ ഒരാള് വ്യക്തമാക്കുമ്പോൾ അത് കേവലം ചർച്ച ചെയ്തതാണെന്നുള്ള ജില്ലാ സെക്രട്ടറിയുടെ ഒരു വിശദീകരണം തൃപ്തികരല്ല. എനിക്കതിനെ യൂത്ത് കോൺഗ്രസ്സുകാര് പൈസ തന്നു. 1 കോടിയിലധികം രൂപ യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച പൈസ എന്റെ പേരിൽ തന്നെയാണ്. 3.5 കോടി രൂപയുടെ സ്ഥലം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ KPC പ്രസിഡന്റിന്റെ പേര്. ഞങ്ങൾ പിരിച്ച പൈസക്ക് കണക്കുകൊണ്ട് അത് കൃത്യമായിട്ട് ചെലവഴിക്കുന്നുണ്ട്. ഈ വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ബന്ധം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടെങ്കിലല്ലേ തുടരാൻ പറ്റുള്ളൂ. ഇല്ലാത്ത എങ്ങനെ തുടരാൻ പറ്റും? CPM ഉണ്ടായിരുന്ന ബന്ധം അവസാനിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു. അല്ല, ലീഗ് ഇപ്പം കഴിഞ്ഞ ദിവസം സാധിക്കുകയും തന്നെ പറഞ്ഞ ചില സ്ഥലത്ത് നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട്.
അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്, ഇനി അങ്ങോട്ട് അത് ഉണ്ടാവില്ലെന്നോ അങ്ങനെയാണോ? അവർ വേണ്ട എന്ന് തന്നെയാണോ? ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ശരി, താങ്ക് യു. It's an imaginary question. കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കും ആരൊക്കെ മനസ്സിലായി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തെ അടക്കം വിമർശിച്ചായിരുന്നു സണ്ണി ജോസഫ് ആരംഭിച്ചത്. കൂടാതെ തന്നെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കാണാതായ സ്വർണം കണ്ടെത്തണമെന്നും പ്രതികളെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. കൂടാതെ തന്നെ സംസ്ഥാന വ്യാപകമായി ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. കൂടാതെ തന്നെ പ്രതികളെ SIT രക്ഷപ്പെടാൻ സഹായിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സണ്ണി ജോസഫ് പരാമർശിച്ചത്.